ഈ ലീഗിന്റെ കൂടി വോട്ട് മേടിച്ചാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പോലും ജയിച്ചത്. അപ്പോൾ അവർ സ്വാഭാവികമായി 22 MLA-മാരുള്ള ആ പാർട്ടിക്ക് UDF സംവിധാനത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ടോ? ഇപ്പോൾ 22 സീറ്റുകളുണ്ടല്ലോ, അവർക്ക് സ്വാഭാവികമായ അഭിപ്രായം പറയാം, ആഗ്രഹം പറയാം, നിലപാടുകൾ പറയണ്ട. നിലപാട് പറയാനവർക്ക് യോഗ്യതയില്ല. ഈ പാർട്ടികൾ ഈ നിന്ന് ജയിച്ചിട്ടുള്ള ഘടകകക്ഷികളിൽ നിന്ന് ജയിച്ചിട്ടുള്ളവരാരും അവരുടെ വർഗത്തിൻ്റെ വോട്ട് മാത്രം വാങ്ങിച്ച് ജയിച്ചു കഴിഞ്ഞില്ല. തുടക്കം മുതലേ VD-സതീശൻ NSSനെതിരായിരുന്നു. അപ്പൊ ഈ തീരുമാനത്തിലൂടെ NSSനെ ഒരു വെല്ലുവിളിക്കാൻ സമീപനമാണോ കോൺഗ്രസ് ചെയ്യുന്നത്? ഞങ്ങൾ വലിയൊരു ദ്രോഹം ചെയ്തു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ജയിപ്പിച്ചു. ഇപ്പോൾ അത് അദ്ദേഹം ഇവിടെ വന്ന് കുത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സഹായവും ഇവിടെ ചെയ്തു. അത് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഞങ്ങൾ സമദൂരം വെച്ചു. അതിക്ക് സഹായിച്ചിട്ടുണ്ട്, സഹായിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെയ്തതുകൊണ്ട് അല്ല, ഇന്നൊന്നും അറിയത്തില്ല. ഒരു പ്രാവശ്യം അയാൾ ഇവിടെ വന്നിരുന്നു, ഈ വക ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു, ബന്ധപ്പെട്ട അതിനുള്ള വഴികൾ, മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിനുവേണ്ട ആളുകളെ ബന്ധപ്പെടുത്തി കൊടുത്തു. അതനുസരിച്ച് അങ്ങനെ കൂടെയാണ് അങ്ങനെ ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞപ്പം നേരെ ഞാൻ അത് പറയുന്നില്ല. പിന്നെ എന്താണ് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു അകൽച്ചയിലേക്ക് പോകാൻ? അല്ല, അതാ പറഞ്ഞത്. അന്നേരം പുള്ളിയെടുത്ത നിലപാടെന്താ? പുള്ളിയെടുത്ത നിലപാടെന്താ? തിന്നെ പോയി കിടക്കരുതെന്ന് മതനേതാക്കന്മാർ. എന്ത് ദ്രോഹം മതനേതാക്കന്മാർ ഇവർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ മറ്റു പല നേതാക്കന്മാരുടെയും എടുത്തു പോയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. സമുദായ നേതാക്കളുടെ തിന്നെ പോയി നിരങ്ങിക്കൂടാ എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? വന്നില്ല എന്ന് പറയട്ടെ, കണ്ടില്ല എന്ന് പറയട്ടെ, ഇത് ആവശ്യപ്പെട്ടില്ല, ഇത് പിന്നെ കിട്ടിയിട്ടില്ല, ഇന്ന് സഹായം കിട്ടിയിട്ടില്ല എന്ന് പറയട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ. ഞങ്ങളുടെ വളരെ നല്ല സമീപനമായിരിക്കും. നല്ല കാര്യങ്ങൾക്ക് നല്ലത് സഹകരിക്കും, തെറ്റായ കാര്യങ്ങളെ ഞങ്ങൾ വിമർശിക്കും. അതിനകത്തൊരു സംശയമില്ല. രാഷ്ട്രീയമായിട്ട് അതിനെ കാണത്തില്ല. എങ്ങനെ ഇപ്പോഴോ? ഇപ്പോൾ അതിൻ്റെ ആയില്ല. ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലൊക്കെ ഇന്നലെ ഒരു ആശങ്ക പറഞ്ഞു. അതും ഇതുപോലെ തന്നെ ആകുമെന്ന് തോന്നുന്നുണ്ടോ ഈ പോക്ക് കണ്ടിട്ട്? അല്ല, അവർ പറയുന്ന പോലെയല്ലേ നടക്കും. ഈ ആക്ഷേപം ഇതിനു മുമ്പ് പലരും ഉന്നയിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി ഏറ്റെടുക്കണം, ജനകീയ പ്രസ്ഥാനം ഏറ്റെടുക്കണം, പാർട്ടിയെ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. അന്നൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അന്നൊക്കെ സമ്മർദ്ദത്തിൽ നിന്നു.